ഹായ്, ഞാൻ വരാനായിട്ടൊരു ഇത്തിരി താമസിച്ച് പോയി, ഇത്തിരി തിരക്കായിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇന്ന് തന്നെ തുടങ്ങിക്കോണേ. അതല്ല ഇന്ന് കാണാൻ പറ്റില്ല, നിങ്ങൾ നാളെയാണ് കാണുന്നെങ്കിൽ നാളെ തൊട്ട് തുടങ്ങിയാലും മതി. വെറും 3 ദിവസം ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ഞാൻ ഈ വീഡിയോ ഇട്ട് അന്ന് തന്നെ തുടങ്ങിയില്ലോ എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കുക ഒന്നും വേണ്ട. നമ്മുടെ പൂജ എടുപ്പിൻ്റെ അന്ന് വരെ സമയമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി 3-4 ദിവസം കൂടെ ഉണ്ടല്ലോ പൂജ എടുപ്പിന്. അന്ന് വരെ നിങ്ങൾക്ക് ഇത് തുടങ്ങാം. നമ്മുടെ ചന്ദ്രഭഗവാനെ ഇപ്പം ഈ സമയത്ത് കാണുന്നത് വളരെ നല്ലതാണ്. നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ വീടിൻ്റെ മേളിലോട്ട് കയറി നിൽക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ തേങ്ങാപ്പൂള് പോണക്കിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ, നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ ചന്ദ്രദേവനോട് നമ്മളൊരു കാര്യം ആവശ്യപ്പെടും. ഒരുപാട് 100 കാര്യങ്ങളൊന്നും ആവശ്യപ്പെടും. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, ചന്ദ്രദേവനോട് നമ്മൾ ആവശ്യപ്പെടുക. മനസ്സ് തുറന്ന് ഇങ്ങനെ കൈകോപ്പി ഭഗവാനെ നോക്കിക്കൊണ്ട് നമുക്ക് ഇന്ന കാര്യം സാധിച്ചു തരണേന്ന് 3 ദിവസം നിങ്ങൾ ഇറങ്ങി ഇങ്ങനെ ആവശ്യപ്പെടണം. അതും രാത്രി 12 മണിക്ക് മുമ്പായിട്ട് വേണം ചെയ്യാൻ. 12 മണി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമാണല്ലോ. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് നോയമ്പും കാര്യങ്ങളും ഒന്നും വേണ്ട. നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളിത് ആവശ്യപ്പെട്ടാൽ മതി. അടുത്ത പൗർണമി ദിവസത്തിന് മുമ്പ് നിങ്ങൾക്കിത് നടന്നു കിട്ടും. അടുത്ത പൗർണമി എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് നിലാവുണ്ട്, ചന്ദ്രനുണ്ട്, അങ്ങനെയുണ്ട്. 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത് വരും. അതിനാണ് അടുത്ത പൗർണമി ദിനത്തിന് മുമ്പ് നിങ്ങളുടെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് ഉറപ്പായ കാര്യമാണ്. നിങ്ങളിതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ. ഓക്കെ.